അല്പസമയം മുമ്പ് ഈ മന്ത്രി സജി ചെറിയാനെ തള്ളിക്കൊണ്ട് കെ.എൻ. ബാലഗോപാൽ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ പരിഷ്കരിച്ച നിയമങ്ങൾ പ്രകാരം സ്വമേധയാ കേസെടുക്കുന്നത് തടസ്സമില്ല എന്നാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ തന്നെ പറയുന്നത്. എന്നെ പിന്തുണച്ചെന്ന് പറയാം ബാലഗോപാൽ. ഞാൻ പറഞ്ഞ അതേ വാദം ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അതേ വാദത്തിനാണ് ധനകാര്യമന്ത്രി പിന്തുണ നൽകിയത്. കേസ് എടുക്കണമെന്നാണ്. 199 അനുസരിച്ച് കേസ് എടുത്തില്ലെങ്കിൽ ഇത് ഒളിച്ചു വെച്ചാൽ അവർക്ക് 6 മാസം തടവ് ശിക്ഷ കിട്ടും. മനസ്സിലായില്ലേ? ഇതറിയാം, ഇത് വായിച്ചവരാണ്. 2 സാംസ്കാരിക മന്ത്രിമാരാണ് ഇത് വായിച്ചവർ. മുഖ്യമന്ത്രി ഇതറിയാവുന്ന ആൾ. അവർ 4.5 കൊല്ലമായി ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വിവരം അറിഞ്ഞിട്ടും മറച്ചു വെച്ചത്. അതാണ് വളരെ ലളിതമാണ്. ഇത് ഒട്ടും സങ്കീർണമല്ല, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, ഗുരുതരമായ തെറ്റാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അല്ലേ ഞാൻ പറഞ്ഞത്, ആ കുടുംബത്തിലെ അംഗങ്ങളല്ലേ ഈ പാവം പെൺകുട്ടി. ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞങ്ങൾക്ക് കടുത്ത സ്ത്രീപക്ഷ നിലപാടാണ്. എവിടെയാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത്, എവിടെയാണ് അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, എവിടെയാണ് അവരുടെ മീതെ അധീശത്വം സ്ഥാപിക്കുന്നത്, അവിടെ അവരുടെ ശബ്ദമായി ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ നിലപാടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അനുഭവമുള്ള പലരും ഈ അമ്മയിലും പെപ്റ്റിയിലും ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, അവരോട് എല്ലാവരോടും കൂടി പറയാനുള്ളത്, അവരവരുടെ സഹോദരിമാരായി കൂടെ പ്രവർത്തിക്കുന്ന ഈ പാവം സ്ത്രീകളെ കണ്ട് അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അവർ മുൻനിരയിൽ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും കോൺക്ലേവ് പിന്നെ അല്ലാതെ ആരോപണ വിധേയനായവനെ ഇപ്പുറത്തും അതിൻ്റെ അപ്പുറത്ത് ഇരകളായ സ്ത്രീകളെ തിരുത്തി ഈ പാവം പെൺകുട്ടികളെ അപമാനിക്കല്ലേ സർക്കാർ ചെയ്യുന്നത്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അത്തരം ഒരു കോൺക്ലേവ്, ഈ ആരോപണ വിധേയരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തുനിഞ്ഞാൽ അതിന് ഞങ്ങൾ ശക്തിയായി എതിർക്കും. മരണപ്പെട്ട ഒരു നടന് ഒരു മന്ത്രിയായിട്ടുള്ള അവസരം നിഷേധിച്ചു. ഇപ്പോൾ നിലവിൽ അല്ലെങ്കിൽ നേരത്തെ മന്ത്രിയായിരുന്ന ഒരാൾ അവസരം നിഷേധിച്ചു എന്നുള്ളതാണ്. അയാൾക്ക് സീരിയലിൽ പോലും അഭിനയിക്കാനുള്ള അവസരം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന് അല്ല, അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അന്വേഷിക്കട്ടെ. ഇപ്പോൾ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹത്തിനോട് മറുപടി പറയാനാണ് പറഞ്ഞത്. അന്വേഷിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരുന്നത് നിങ്ങളൂടെ മനസ്സിലാക്കണം, രാഷ്ട്രീയമായിട്ടല്ല. ഞങ്ങൾ വയനാട് വിഷയം ഉണ്ടായപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. ഇതൊരു സ്ത്രീ വിഷയമായിട്ടാണ് കാണുന്നത്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് ഈ കാര്യത്തിൽ. അല്ലാതെ ഗവൺമെൻറ്റിനെ ഇതിനനുസരിച്ച് 4 പൂളിയേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളൊരു ഇത് നിലപാടാണ്. ഈ നിലപാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വേണം. പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഏത് കൊലകൊമ്പനാണ് ഇതിൻ്റെ അകത്ത് ആരോപണ വിധേയരായിരിക്കുന്നത് എന്നൊന്നും നോക്കാതെയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിരിക്കുന്നത്. പലരും മടിക്കുന്നത് അതുകൊണ്ടാണല്ലോ. വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിനുണ്ടാകും എന്നതുകൊണ്ടാണല്ലോ പലരും മടിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്. ഞങ്ങൾ മിണ്ടുന്നത് ഇതിൻ്റെ അകത്ത് ആളുകളുടെ വലിപ്പച്ചെറുപ്പമല്ല, അപമാനിക്കപ്പെട്ട സ്ത്രീകളെയാണ്, നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും.